പേര് വൈശാഖ്. ഞാൻ തിരുവനന്തപുരം സിറ്റി നാർക്കോട്ടിക് സെല്ലിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഞാനൊരു 5 ജില്ലകളിലോളം സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാർക്കോട്ടിക് സംബന്ധമായ കേസുകൾ ഡിറ്റക്ട് ചെയ്യുക, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, അതിനെ മറ്റുള്ളവരെ അസിസ്റ്റ് ചെയ്യുക, നമ്മുടെ കിട്ടുന്ന നോളജുകൾ നമ്മുടെ പരസ്പരമുള്ള സ്റ്റേഷനിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങൾക്കറിയാം. നമ്മുടെ കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രൈമറി കൺസേൺ ആണ് ഏത് കുട്ടികളിൽ ഉണ്ടാവുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ ക്രൈംസ്, കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മുടെ സംസ്ഥാന തലത്തിൽ എല്ലാ മാസവും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അതില് വിദ്യാഭ്യാസ വകുപ്പ്, പോലീസ്, എക്സൈസ്, ഹെൽത്ത് എന്ന് വേണ്ട ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയും അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം മിക്കവാറും ഈ സബ്ജക്റ്റിനെ പറ്റി നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ നമ്മുടെ പോലീസ്, എക്സൈസ് എന്നൊക്കെ പറയുന്നത് ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഒരേ സമയത്ത് കുട്ടികളിൽ ഇത് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയിൽ നിന്ന് ഇത് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഡിസ്കഷനിൽ നമ്മൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയിട്ടിരുന്നാൽ മതി. കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും അധ്യാപകർ അല്ലെങ്കിൽ ഡോക്ടർമാർ അങ്ങനെയുള്ളവർ മുമ്പോട്ട് വന്നാൽ മതി എന്നുള്ളതാണ് അഭിപ്രായം. അതാണ് ശരി. കാരണം ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഭാഷയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ കുട്ടികളുടെ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്ന വാക്കുകൾ ഹാർഷായിരിക്കും, എൻ്റെ വേർഡ്സ് ചിലപ്പോൾ ബ്രൂട്ടലായിരിക്കും. കാരണം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ സിസ്റ്റം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് നമ്മൾ. കാരണം ജനങ്ങളുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തുന്നത്, നിങ്ങൾ ഈ കാണുന്ന വാർത്തകളെല്ലാം ലൈവായിട്ട് കാണുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതും അവര് പോകുന്ന മാനസിക വ്യഥകളിലൂടെയൊക്കെ പോകുന്നതുമെല്ലാം നമ്മളാണ്. അപ്പോൾ ഒരു 100% പേര് മുമ്പോട്ട് വരാറില്ല. വരുന്നവരിൽ നിന്ന് അറിയുന്നത് വളരെ 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 വിഷമിപ്പിക്കുന്ന വാക്കുകളും കാര്യങ്ങളുമാണ്. മാത്രമല്ല, നിങ്ങളിപ്പോ കാണുന്ന വാർത്തകൾ, ഇന്ന് രാവിലെയും ഒരു അമ്മയെ ഒരു മകൻ അടിച്ചു കൊന്നു, വെട്ടിക്കൊന്നു. ഒരമ്മയെ ഒരു മകൻ ബ്രൂട്ടലായിട്ട് മലപ്പുറത്ത് തലക്കടിച്ച് ഇട്ടേക്കെയാണ്, കോൺഷ്യസ് അല്ല. അങ്ങനെയുള്ള വാർത്ത വായിച്ചിട്ടാണ് ഞാൻ ഇന്നും വന്നത്. 2 ദിവസം മുമ്പ് നമ്മുടെ വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കൊന്നു. അത് ഡ്രഗ് അഡിക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ആ കൺസേൺ നിങ്ങളിലൂടെ അവരിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ദൗത്യം. ഇതിൽ എത്ര PTA പ്രസിഡന്റുമാരുണ്ടെന്ന് എനിക്കറിയില്ല. PTA-യും അധ്യാപകരെയും ഒരുമിച്ച് ഇതിന്റെ ഭാഗമാക്കണം. PTA-യും അധ്യാപകരെയും ഒരുമിച്ച് ഇതിന്റെ ഭാഗമാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ അജണ്ട. കാരണം ഇതില് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികൾ, അല്ലെങ്കിൽ എന്താണോ അധ്യാപകർ കുട്ടികളിൽ നിന്ന് ഒരു അകൽച്ച പാലിക്കുന്നത് അല്ലെങ്കിൽ പാലിച്ചത്, അന്നു മുതൽ നമ്മുടെ കുട്ടികൾക്ക് ശരി പറഞ്ഞു കൊടുക്കാൻ ആളില്ല, അല്ലെങ്കിൽ അവരെ ശരിയിലേക്ക് നയിക്കാൻ പറ്റുന്ന ആൾക്കാരില്ല. അവർക്ക് ശരി എന്തെന്നറിയില്ല. അവരുടെ മുമ്പിൽ കാണുന്നതെല്ലാം ശരികളായിട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ അധ്യാപകരുടെ പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെയും ബാധിക്കുന്ന പല ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും രക്ഷകർത്താക്കൾ ഇടപെടുകയും, അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ മറ്റൊരു പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന മറ്റൊരു വിഭാഗമാണ് എന്നുള്ള കൺസേൺ അവര് കൊടുക്കാതെ ചില കുട്ടികളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് നിയമ നടപടികളിൽ പോവുകയും, ആ നിയമ നടപടികളിൽ അവരുടെ സമ്പത്തും കാര്യങ്ങളും അവരുടെ അഭിമാനം എല്ലാം പങ്കുവെച്ച്, അല്ലെങ്കിൽ കോടതികളിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകണോ എന്നുള്ള അവരുടെ ചിന്തയാണ് 90% അധ്യാപകരെയും കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നാണ് ഡിസ്കഷനിലൊക്കെ വന്നപ്പോഴുള്ള ഇത് അഭിപ്രായം. എനിക്കറിയില്ല എന്നല്ല, എനിക്കറിയാം. നമ്മൾ സംസാരിച്ചിട്ടുള്ള അധ്യാപകരുമായിട്ട് എല്ലാം പറയുമ്പോഴും അവരുടെ കൺസേൺ അതാണ്. കാരണം രക്ഷകർത്താക്കൾ ഒരു നിമിഷം പോലും നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. കുറ്റപ്പെടുത്തുന്നതല്ല രക്ഷകർത്താക്കളെ കുറ്റപ്പെടുത്തുന്നതല്ല, അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നത്.
ആ പരസ്പരം പണ്ടുണ്ടായിരുന്ന ഒരു ബോണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളാണ്. അവർക്ക് ശരി അറിയില്ല, അല്ലെങ്കിൽ തെറ്റ് അറിയില്ല. ശരി എന്താണ് എന്ന് അവർക്ക് ഈ 10-18 വയസ്സിനുള്ളിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കാണാൻ പോകുന്ന ഒരു ഭീകരമായ കളമാക്കി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പഞ്ചാബാണ്. പണ്ടൊരു ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ വളരെ വലിയ ഒരു മനുഷ്യ സമ്പത്ത് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. ഇപ്പൊ പഞ്ചാബ് ഒരിടമില്ല. പഞ്ചാബ് നോക്കിക്കഴിഞ്ഞാൽ ക്രൈം ഗ്യാലറിയിലും ക്രൈം സ്റ്റേറ്റസുകളും മാത്രമേ ഉള്ളൂ. അവിടെ അവരറിയാതെ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ട്. അങ്ങനെ അവരതിനോട്ട് അടിമയായി പോയി. അങ്ങനെ ഒരു സംസ്ഥാനം പോയിരിക്കുകയാണ്. അടുത്ത ടാർഗറ്റ് അല്ലെങ്കിൽ അടുത്ത അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ്. ഇതൊരു യഥാർത്ഥത്തിൽ ഒരു യുദ്ധമാണ്. ആ യുദ്ധം എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതെങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ അറിയാവൂ. അപ്പൊ ഞാൻ അത് പറഞ്ഞു തരുന്നു. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് വേണ്ട വിധത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. അപ്പൊ നമ്മുടെ ഇത് ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കില് സമയം ഒരുപാടായി. നിങ്ങൾക്ക് 1 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സൈബറിന്റെ ഒരു ക്ലാസ് കൂടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യമേ ഞാൻ പറയാം, വേറൊന്നുമില്ല, ഡ്രഗ്സ് എന്താണെന്നും അല്ലെ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ കാണും. അപ്പൊ ജസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ശ്രമിക്കുക. ഡ്രഗ്സ് എന്താണെന്നും അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നും അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്ന കാരണങ്ങൾ എന്താണെന്നും നമുക്കിതിൽ നിന്ന് എങ്ങനെ മോചിതരാവാം എന്നും ഉള്ള ഒരു സൊല്യൂഷൻസും കാര്യങ്ങളും, പിന്നെ കുറച്ച് പേപ്പർ കട്ടിങ്സും, കുറച്ച് ഒരു വീഡിയോ, ഒറ്റ വീഡിയോ അത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ ഫസ്റ്റിലത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുന്ന ഈ ഡ്രഗ്സിൽ ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റങ്ങളാണ്, രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളറിയാതെ നമ്മളെ എങ്ങനെ വിദേശ രാജ്യങ്ങൾ മാർക്കറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ രാജ്യത്തിന്റെ ലൊക്കേഷൻ കണ്ടല്ലോ, ഒരു സാൻഡ്വിച്ച് ടൈപ്പാണ്. നമ്മുടെ ശത്രു രാജ്യങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ അങ്ങനെയുള്ള ശത്രു രാജ്യങ്ങൾ, ഇപ്പോഴത്തെ ചൈന, മ്യാൻമാർ, തായ്ലൻഡ്, തായ്വാൻ അങ്ങനെ പറയുന്ന ഒരു രാജ്യങ്ങളുടെ ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. പത്രത്തില് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അടുത്ത് നിന്ന്, അല്ലെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു 12 നോട്ടിക്കൽ മൈലിന് അടുത്ത് നിന്ന് 25,000 കോടി രൂപയുടെ ഡ്രഗ്സ് ആണ് പിടിച്ചത്. 25,000 കോടി രൂപയുടെ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിന് തുല്യമായ ഒരു സാധനമാണ് നമ്മുടെ തീരകളിൽ വന്നത്. അത്രയും ലഹരി, അല്ലെങ്കിൽ അത്രമാത്രം ലഹരിക്ക് ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്നും ഇവിടെ അത് കൊണ്ടുവന്നാൽ ചെലവഴിക്കാൻ കഴിയും എന്ന് അത്രയും വിശ്വസ്തരായിട്ടുള്ളവരാണ് കൊണ്ടുവന്നത്. ഒരു 100-ൽ 1, 2, 3 മാത്രമേ നമ്മൾ ക്യാച്ച് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഇവർ തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് മൂലം കിട്ടുന്ന അവർ അത്രയും ടെക്നോളജിക്കലി സ്കിൽഡാണ്, അത്രയും മാത്രമേ അവരുടെ സോഴ്സുകൾ വരികയാണ്. അപ്പോ ഇതൊരു ഗ്ലോബൽ വാറാണ്. നമ്മൾ അറിയാതെ നമ്മളിലേക്ക് നമ്മളുടെ യുവത്വത്തിനെ നമ്മളിലൂടെ മാർക്കറ്റ് ചെയ്ത് നമ്മുടെ യുവത്വത്തിനെ നശിപ്പിക്കുന്ന മറ്റൊരു വലിയൊരു സിവിൽ യുദ്ധത്തിന്റെ തുടക്കം തന്നെയാണ്. അതുള്ളൊക്കെ എഴുതി കാണിക്കാറുണ്ട്. NDPS വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഇത് വാർ തന്നെയാണ്. അപ്പോ എന്താണ് ഡ്രഗ്സ് എന്താണെന്ന് നമുക്കറിയാം. അതില് ഡ്രഗ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഡ്രഗ്സുകളുണ്ട്, അതല്ല അല്ലാതെ നർക്കോട്ടിക് ഡ്രഗ്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും. എന്താണ് നർക്കോട്ടിക് ഡ്രഗ്സ്? നമ്മൾ ഈ നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമുകളിൽ കാണും ചില കുട്ടികൾ വന്നിരുന്ന മയക്കം. എന്ത് പറഞ്ഞാലും അവർക്ക് മയക്കമായിരിക്കും, ക്ഷീണമായിരിക്കും, കാര്യങ്ങളായിരിക്കും. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നാച്ചുറൽ ഡ്രഗ്സ് ആണ്, ഒരു ഗഞ്ചാവ് പോലെയുള്ള സാധനമായിരിക്കും. അങ്ങനെ ഈ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന സാധനത്തിനാണ് നർക്കോട്ടിക്സ്. അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മയക്കം, ഒരു ഡൗസിനെസ്, അങ്ങനെയുള്ള ചെറിയ ഫീലിങ്സ് ഒക്കെയാണ്. മറ്റത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കെമിക്കലി ഉണ്ടാക്കുന്നതാണ്, കെമിക്കലി കുക്ക് ചെയ്യുന്നതാണ്. MDMA, മെറ്റാംവിറ്റമിൻ, അങ്ങനെ പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ. നമ്മുടെ കൊച്ചിനെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല വാക്കുകളും പല കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളതാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. ഇതെങ്ങനെ നമ്മുടെ തലച്ചോറിനെ അഫക്ട് ചെയ്യും? അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റോറി നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ തലച്ചോറാണ് നമ്മുടെ എല്ലാം. അപ്പൊ നമ്മുടെ തലച്ചോറിന് റിവാർഡ് സിസ്റ്റം ഉണ്ട്. നമുക്കറിയാം റിവാർഡ് സിസ്റ്റം എന്താണെന്നും എന്താണ്. ജസ്റ്റ് ഒന്ന് കാഷ്വലി പറഞ്ഞു പോയത് കുട്ടികളുടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ റിവാർഡ് സിസ്റ്റം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു
നല്ല ഒരു ചിക്കന്റെ കടയുടെ അടുത്തൂടെ പോവുകയാണ്, ചിക്കൻ വേവിക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിന്റെ സമീപത്തൂടെ പോവുകയാണ്. നമ്മുടെ തലച്ചോറിന് അതൊരു നല്ലൊരു ഫീലിങ്സ് കിട്ടുന്നു. നമുക്ക് നമ്മുടെ മനസ്സിലെ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി വരുന്നു. കുറച്ചു ദൂരം പോകുമ്പോൾ നമുക്ക് ആ ഫീലിങ്സ് ഒക്കെ പോകുന്നു, കളയുന്നു. നല്ലൊരു സുന്ദരിയായ പെൺകുട്ടി പോകുന്നു, നമുക്ക് അവളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നു, നോക്കുന്നു. അല്ലെങ്കിൽ സുന്ദരനായ ഒരു പുരുഷൻ പോകുന്നു, നോക്കുന്നു. കുറച്ചു ദൂരം പോകുമ്പോൾ നമ്മളത് കളയുന്നു, പോകുന്നു. നല്ലൊരു പുഷ്പം കാണുന്നു, മണപ്പിക്കുന്നു, പോകുന്നു. പക്ഷെ നമ്മളൊരു ഡ്രഗ്സ് യൂസ് ചെയ്തതോടുകൂടി നമുക്ക് ഈ നാച്ചുറലി ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനം ഡോപ്പമിൻ എന്നാണ് പറയുന്നത്, ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ നമുക്ക് നാച്ചുറലി നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന സാധനം. അപ്പൊ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതോടുകൂടി എനിക്കൊരു 2% എനിക്ക് ഡോപ്പമിൻ പുറത്തു വന്നുകൊണ്ടിരുന്നത് എങ്കിൽ അത് അതിന്റെ ഒരു 5, 6, 10 നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ പോലെയും അതിന്റെ ക്വാണ്ടിറ്റി പോലെയും അങ്ങ് പെരുകും. അങ്ങനെ പെരുകുന്ന എന്റെ ഉള്ളിൽ വരുന്ന വികാരം, എനിക്ക് പൂവ് കാണുമ്പോൾ എനിക്ക് ഫീലിങ്സ് വരുന്നു. പക്ഷെ എന്റെ ഫീലിങ്സ് ശമിക്കുന്നില്ല. ആ പൂവിനെ ഞാൻ കയ്യിലെടുത്ത് ഞരടി 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 അതിനെ നശിപ്പിച്ച് എന്നാലേ എനിക്ക് എന്റെ മനസ്സിനെ തൃപ്തി വരും. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് ആ സമയത്ത് അതുവഴി പോകുന്നതെങ്കിൽ അവളെ സൗന്ദര്യം നമ്മൾ പുറമേ നിന്ന് ആസ്വദിക്കുകയില്ല. അവളെ എന്തുമാത്രം വേദനിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവളെ വേദനിപ്പിച്ച് അതിൽ ഞാൻ ഹരം കണ്ടെത്തി അപ്പോഴേ എന്റെ തലച്ചോറിലുണ്ടാവുന്ന ഫീലിങ്സിന് വികാരം വരും. അങ്ങനെ എന്റെ തലച്ചോറ് ഡ്രഗ്സിന് അടിമയാവുന്നു. എനിക്കിത് തരുന്ന ഒരാളുണ്ട്. ആദ്യം എനിക്ക് 1-2 പ്രാവശ്യം തരുന്നു. കുട്ടികളോട് നിൽക്കുന്നതുകൊണ്ട് കാശ്വലി പറഞ്ഞു പോകുന്നത്. ആദ്യം എനിക്ക് ഇത് പുറമേ നിന്ന് ഒരാൾ ഫ്രീ ആയിട്ട് തരുന്നു, രണ്ടാമതും ഫ്രീ ആയിട്ട് തരുന്നു, മൂന്നാമതും ഫ്രീ ആയിട്ട് തരുന്നു. 3 പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഞാൻ സ്വാഭാവികമായിട്ടും ഈ ഡ്രഗിന് അടിമയായി. 4ാമത് അവനെ ഡിമാൻഡ് തുടങ്ങുന്നു. എടാ അത് കോസ്റ്റ്ലി ആണ്, നീ എന്തെങ്കിലും ഇതിലോട്ട് ചെയ്താൽ മാത്രമേ തരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 4ാമത് അവൻ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് പണമില്ല, ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് വാങ്ങിക്കുന്നു, കൊടുക്കുന്നു. 5ാമത് വീണ്ടും ചോദിക്കുന്നു. 5ാമത് വീട്ടിൽ കള്ളത്തരം പറയാൻ പറ്റുന്നില്ല, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വിൽക്കുന്നു. സൈക്കിള്, ഫോണ്, ഫോണിന്റെ വാച്ച്, അങ്ങനെ എന്ത് കിട്ടുന്നു അതെടുത്ത് വിൽക്കുന്നു. ചെറിയൊരു പൊതി വാങ്ങിക്കുന്നു. നെക്സ്റ്റ് അതും കഴിയുന്നു, വീട്ടിൽ പിടിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും അത് നിർത്തി. അടുത്തെന്താണ്, തൊട്ട് അടുത്ത് ഉള്ള സാധനങ്ങൾ, വയർ കത്തിക്കിടക്കുന്ന വയർ എടുത്തിട്ട് ചെമ്പ് കമ്പിക്ക് വേണ്ടിയിട്ട് ആക്രി സാധനങ്ങൾക്ക് വേണ്ടി വിൽക്കുന്നു. ചെറിയ കയറ്റ്, അങ്ങനെ ആക്രി കടകളിൽ കൊടുത്ത സാധനങ്ങൾ. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തായി, ചെറിയ സ്നാച്ചിങ്. ഞാൻ അറിയപ്പെടാൻ തുടങ്ങി, പബ്ലിക്കലി ഞാൻ അറിയപ്പെടാൻ തുടങ്ങി എന്നാണ് അവൻ ഒരു മോഷ്ടാവാണ്. അപ്പൊ എനിക്ക് പിന്നെ വേറെ തിരിഞ്ഞു പിടിച്ച് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ തലച്ചോറിന്റെ ഫീലിങ്സ് ശമിപ്പിച്ചേ പറ്റൂ. അപ്പൊ മറ്റവൻ പറയുകയാണ് ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഇത് എടുത്തു കൊടുക്കും. അടുത്ത് അവൻ കുറച്ചുകൂടെ എന്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ അവന്റെ അടുത്ത് എന്തായിരിക്കും ചോദിക്കുന്നത്, നിന്റെ ക്ലാസ്സിലെ 4 പെൺകുട്ടികളുടെ നമ്പർ എനിക്ക്, ഫോൺ നമ്പർ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് അവരുടെ അഡ്രസ്സ് വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ തലച്ചോറിന്റെ ഫീലിങ്സ് കാരണം ഞാൻ അവർക്ക് എന്റെ 4 കുട്ടികളുടെ നമ്പർ കൊടുക്കും. ആ കുട്ടികളെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർ ഉപയോഗിക്കും. അങ്ങനെ ഞാൻ അറിയാതെ ഞാൻ എന്തെല്ലാമോ ആവും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചോദിക്കും, ഇല്ല ഇതിലും പറ്റത്തില്ല, എനിക്ക് ഇനിയും വേണം. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് നിന്റെ അമ്മയുടെ നിന്റെ സഹോദരിയുടെ ഫോൺ വീഡിയോസ് നീ എടുത്തു തരണം. ഞാൻ എടുക്കും. ഞാൻ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ചോ കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്നോ ഞാൻ എന്റെ സഹോദരിയുടെയും അമ്മയുടെയും വീഡിയോസ്, നഗ്ന വീഡിയോസ് എടുക്കും. നഗ്ന വീഡിയോസ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഞാൻ അവര് പറയുന്നിടത്ത് അവര് പറയുന്ന ഏരിയയിൽ ഷെയർ ചെയ്ത് കൊടുക്കും. ഒരിക്കൽ ഇത് എയറിലാവും, പാവം പിടിച്ചവരറിയുന്നില്ല, കുറെ കഴിയുമ്പോഴത്തേക്കും അറിയുന്നു. അങ്ങനെ ഒരു ബ്രോക്കൺ ഫാമിലി ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയതോടുകൂടി എന്നിലൂടെ എന്റെ കുടുംബം നശിച്ചു. തിരിച്ചു വരാനാവാത്ത വിധം നശിക്കുന്നു. ഇതറിയുന്ന എന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നു, അമ്മ സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ആ രീതിയിലോട്ട് പോകുന്നു. അൾട്ടിമേറ്റ്ലി എനിക്ക് മറ്റൊരു വഴിയില്ല. എനിക്ക് ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടണം. എന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്താണ്. ഞാൻ ഹാങ് ചെയ്ത് ഡെത്താണ്. ഇതെല്ലാം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ UP സ്റ്റേജ് മുതൽ 10-18 വയസ്സ് വരെ ഉള്ള കുട്ടികളാണ് ഇതിലോട്ട് പോകുന്നത്. ഈ 18 വയസ്സ് വരെ അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ അവർ അത് ഫോളോ ചെയ്ത് പോകും. പക്ഷെ അവിടെ എവിടെയെങ്കിലും ലക്ഷ്യങ്ങൾ ബ്രേക്ക് ആവുന്നു, അവർ ഇത് ഫോളോ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഒരു 10, 20, 25 വയസ്സിനുള്ളിൽ ഇവരുടെ കരിയർ തന്നെ നശിച്ചു. അപ്പോഴ് അടുത്ത ഞാൻ പറയണേ, ഈ കുട്ടികളുടെ കാരണം നമുക്കറിയാം. നമ്മുടെ ടീച്ചേഴ്സ്, അധ്യാപകരായതുകൊണ്ട് കുട്ടികളുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ഓരോ സ്റ്റേജിലും അവർക്ക് ഓരോ കാര്യങ്ങളുണ്ട്. 1ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അവൻ ജനിച്ച ഉടനെ ചിലപ്പോൾ അവന് കരയാനേ അറിയുള്ളൂ. അടുത്ത സ്റ്റേജിലാവുമ്പോൾ അവനെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഏറ്റവും അടുത്തുള്ളവരെ ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ അവന്റെ സ്റ്റേജസ് മാറി മാറി വരുന്നു. 6 വയസ്സാകുമ്പോൾ അവൻ ദേഷ്യപ്പെടുന്നു, 7 വയസ്സാകുമ്പോഴത്തേക്കും പോകുന്നു. അടുത്ത 8-9 വയസ്സാകുമ്പോഴത്തേക്കും അവൻ അവന്റെ ഐഡന്റിറ്റി നോക്കുന്നു, അല്ലെങ്കിൽ
അവരുടെ സെക്സ് ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്ന നാച്ചുറലി ഉണ്ടാവുന്ന പ്രോസസ് എല്ലാം കഴിഞ്ഞാണ് ഒരു 10, 20, 21 വയസ്സാകുമ്പോഴത്തേക്കും അതുവരെയും അവരെന്താണ് അവരുടെ ഗ്രോത്ത് സ്റ്റേജ് അങ്ങനെ പൊക്കോണ്ടിരിക്കും. ആ ഗ്രോത്ത് സ്റ്റേജില് അവർക്കതറിയില്ല, ഇത് ഞാൻ വളരുന്നതാണെന്നും ഇതെനിക്ക് നാച്ചുറലി ഉണ്ടാവുന്നതാണെന്നും ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണെന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അവര് പറഞ്ഞു തരുന്ന സഹായങ്ങളിലോട്ട് പോകുന്നു, സ്ഥലങ്ങളിലോട്ട് പോകുന്നു. ഇന്ന് ഈ കാണുന്ന, നേരത്തെ സാറ് PTA സാർ പറഞ്ഞ പോലെ, ഇന്ന് ഈ കാണുന്ന കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കാത്തവരോ പറഞ്ഞാൽ കേൾക്കാത്ത സമൂഹമോ അല്ല. നമ്മുടെ ബലമാണ്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ സാർ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അപ്പൊ ഈ ഗ്രോത്ത് സ്റ്റേജസ് അവർക്കുണ്ട്. ആ ഗ്രോത്ത് സ്റ്റേജസിൽ അവര് പല, ഞാൻ പറഞ്ഞില്ലേ CSR പറഞ്ഞ പോലെ പല സ്റ്റേജിലെ പല ലൈഫ് സൈക്കിളിൽ നിന്ന് വരുന്നവരാണ്. അത് നമ്മളെക്കാട്ടിയും കൂടുതൽ നിങ്ങൾക്കറിയാം. ഒന്ന് ഇഗ്നറൻസ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അവരുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള കാഴ്ചപ്പാട്, ഞാൻ സുന്ദരനല്ല, ഞാൻ സുന്ദരിയല്ല എന്നുള്ള കാഴ്ചപ്പാട്. അപ്പൊ നിന്നെ സ്ഥിരീകരിക്കാൻ പറ്റിയ ഒരു സമൂഹം പുറത്ത് നിൽപ്പുണ്ട്. മോളെ, അതൊന്നും ഒരു കാര്യമല്ല, നീ വന്നാൽ മതി, എല്ലാം സെറ്റാണ്. മനസ്സിലായില്ലേ? നമുക്കൊരു ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്, നീ വന്നാൽ മതി, നിന്നെ ആരാ സ്നേഹിക്കാത്ത, നിന്നെ നമുക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ കൂടെ വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ പയ്യന്മാർ, നിന്നെ നീ അതൊന്നും കാര്യമാക്കണ്ട. രണ്ടാമത് എസ്കേപ്പിസം, പടിയട, എപ്പോഴും നോക്കിയാലും പടിയട പടിയട പടിയട, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഷർ, വലിയ പ്രഷർ കുട്ടികളല്ലാതാവുന്ന നിമിഷങ്ങളിൽ അവരെന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യാൻ നോക്കും. എന്താണ്? ഈ പ്രഷറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരാദ്യം ഒരു പഫ് എടുക്കും. ഒരു പഫ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് ടോയ്ലറ്റ് ഇരുന്ന് ഒരു പഫ് എടുത്തവൻ രണ്ടാമത് 2 പഫ് എടുക്കുന്നു, മൂന്നാമത് 3 പഫ് എടുക്കുന്നു, അടുത്തവൻ പോളി ഡ്രഗ്സിന് അടിമാറും. ഒരു പഫ് എന്ന് പറയുന്ന അവൻ ഒന്നും ആവാതെ ആവുന്നു. അവൻ ആ പഫിന്റെ കൂടെ ഒരു ചെറിയ ബിയറൂടെ അടിക്കുന്നു. ആ ബിയറൂടെ അടിച്ചതിന് ശേഷവും അവന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും അവന്റെ തലച്ചോറിന് ബാധിക്കാതാവുന്നു. ഹോട്ട് അടിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം അവന്റെ തലച്ചോറിന്റെ കയ്യിൽ നിന്ന് പോകുന്നു. അവൻ ഈ വഴികളിലോട്ട് പോകും. അതാണ് എസ്കേപ്പിസം. മൂന്നാമത് അഡ്വഞ്ചർ. സിനിമകളിലും കാര്യങ്ങളും എല്ലാം കാണുന്ന വിജയ്ക്ക് വലിക്കാമെങ്കിൽ എനിക്കെന്ത് വലിച്ചുകൂടാ, സൂര്യക്ക് വലിക്കാമെങ്കിൽ എനിക്കെന്ത് വലിച്ചുകൂടാ, ഇതാണ് ഹീറോയിസം എന്ന് ചിന്തിക്കുന്ന കാഴ്ചപ്പാട്. ഇതെല്ലാം ഇവരുടെ ഗ്രോത്ത് സ്റ്റേജസിൽ നാച്ചുറലി വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ ഗ്രോത്ത് സ്റ്റേജസിൽ ഉണ്ടായിരുന്നു. നമ്മളും പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ലിമിറ്റേഷനുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ ലിവിങ് എൻവയോൺമെന്റ്, ഒരു സാധാരണ ചേരിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ അവന്റെ അച്ഛൻ അല്ലെങ്കിൽ അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ സഹോദരങ്ങൾ, അവന്റെ ചുറ്റുപാടുമുള്ളവർ സിഗരറ്റ് വലിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവൻ അതൊരു തെറ്റല്ല. അവൻ കാണുന്ന അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. അവൻ കാണുന്ന അവന്റെ ചേട്ടൻ വലിക്കുന്നു, അച്ഛൻ മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ അടിക്കുന്നു. അവന്റെ മുമ്പിൽ നമ്മൾ അറിയാതെ കുറെ ശരികൾ ഇട്ട് കൊടുക്കുക. അവൻ കാണുന്ന ലോകം, അവൻ കാണുന്ന കാഴ്ചകൾ എല്ലാം ശരികളുടെയാണ്. നമ്മുടെ വീട്ടിന്റെ നടയിൽ ഒരുത്ത നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നാൽ, ഈ സ്കൂളിന്റെ വളപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവർ ആരെങ്കിലും ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നാൽ ഒന്ന് മാറിപ്പോ എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കാറില്ല. അപ്പൊ അത് കാണുമ്പോൾ എന്താണ് പറ്റുന്നത്? അത് കാണുന്ന കുറെ കുട്ടികൾ അത് അവന്റെ അവകാശമാണ്, അവന്റെ ശരിയാണ്, അങ്ങനെ ചിന്തിക്കും. ആ ചിന്തകളാണ് അവരെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പബ്ലിക്കായിട്ട് നിന്ന് സിഗരറ്റ് വലിപ്പിക്കാനും കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് റിബൽ അഗെയിൻസ്റ്റ് അതോറിറ്റി. എന്നും ടീച്ചർ പഠിച്ചോണ്ട് വാടാ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവൻ അതോറിറ്റി, ഇപ്പൊ പോലീസുകാരായിരുന്നാലും ശരി, ഡാൻസ് കളിക്കാൻ പോടാ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതാണ് ഹീറോയിസം എന്ന് ചിന്തിച്ച് അവരെ പ്രതികരിക്കും. ആ പ്രതികരണത്തിന് അവർക്ക് എന്തെങ്കിലും വേണം. അങ്ങനെ അവര് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. അടുത്ത യൂത്ത് ലൈഫ് സ്റ്റൈൽ, പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് കാണുന്നു, ഇതിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഇതാണ്. സ്ട്രീറ്റ് ലെവലില് പാവം പിടിച്ചവർ അവർ ഗതികേട് കൊണ്ട് ആയി പോകുന്നത്. സ്ലം ലെവലും അങ്ങനെയാണ്. ഈ ക്ലബ് ലെവല് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇമിറ്റേറ്റിംഗ് ഫ്രണ്ട്സ് സ്വാഭാവികം. എന്റെ കൂടെ വരുന്നവൻ പറയുന്നത് ഒരു സിഗരറ്റ് വലിച്ചില്ല എങ്കിൽ എന്ത് എന്നൊരു ചോദ്യം എനിക്ക് നോ പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടത്. അടുത്ത ക്യൂരിയോസിറ്റി കൊണ്ട് അറിയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ബോധം ഒന്നുമില്ല, സമയം പോകാൻ വേണ്ടി മാത്രം ബോർ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അടുത്ത റിലാക്സേഷന് വേണ്ടി, എൻജോയ്മെന്റിന് വേണ്ടി, സ്ട്രെസ്സിന് വേണ്ടി, ആങ്സൈറ്റിക്ക് വേണ്ടി എല്ലാം. ഈ കുട്ടികളെന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും നമുക്ക് സ്ട്രെസ് വരുമ്പോഴും നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് യൂസ് ചെയ്യുന്നു. അടുത്ത ഇത് സയൻസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും, സ്പീഡിൽ പോവുകയാണ്. അവരുടെ കുട്ടികളുടെ മുഖത്തൊക്കെ വരുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ മാൽന്യൂട്രീഷൻസ് എല്ലാം പോകും. അവരുടെ ബിഹേവിയറൽ സിംറ്റംസ്, ഇതാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നത്. അവരെന്താണ്, നമ്മൾ എന്ത് പറഞ്ഞാലും റെസ്പോൺസിബിൾ ബിഹേവിയർ ആയിരിക്കും. ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞാൽ പോടാ അല്ലെങ്കിൽ പോടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഒരു നേച്ചർ. പിന്നെ ആർഗ്യുമെന്റേറ്റീവ്, എന്ത് പറഞ്ഞാലും അവർക്ക് ഒരു കാരണം ഉണ്ടാകും, എപ്പോഴും തർക്കിച്ചോണ്ടിരിക്കും. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആയിരിക്കും ഇവര്.
പിന്നെ ഒറ്റയ്ക്കിരിക്കാനുള്ള താല്പര്യം, എപ്പോഴും കള്ളമേ പറയും, കള്ളം 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 കള്ളം, എന്തിനും കള്ളം. പിന്നെ അവരുടെ സ്പീച്ചിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതർ സിംറ്റംസ് ആണ് സീക്രട്ടീവ്നെസ്, എല്ലാത്തിനും ഒരു ഒളിവാണ്. പിന്നെ അവരുടെ ഗ്രേറ്റ് മാതം, മൗത്ത് വാഷ്, അപ്പോഴതിന്റെ ഗംസ്, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇനി ഇത് കാരണം നമ്മൾ സമൂഹം നേരിടുന്ന പ്രശ്നം എന്താണ്? ഒന്നാമത്തെ ഞാൻ ആദ്യമായി പറഞ്ഞു, സോഷ്യൽ കോസ്റ്റ് എന്നാണ്. ഒന്ന് ബ്രോക്കൺ ഫാമിലി. ഒരു ആള് ഒരു ഡ്രഗ് അഡിക്റ്റ് ആവുന്നതോടുകൂടി ഒരു കുടുംബം തകർന്ന് തരിപ്പണമാണ്. ആ കുടുംബം തകർന്നതോടുകൂടി ഒരു സമൂഹത്തിന്റെ ഒരു വലിയൊരു ഭാഗം തന്നെ നശിക്കുക. അടുത്തത് ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ. ഇങ്ങനെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവൻ അല്ലെങ്കിൽ ഇപ്പോഴും മദ്യപിക്കുന്ന ആള് ഒരു ജോലിക്ക് നിർത്തിയാൽ, ഒരു ജോലി സ്ഥാപനത്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പോകും? പറ്റില്ല. അവന്റെ റെപ്യൂട്ടേഷൻ പോകുന്നു, അവന്റെ കരിയർ പോകുന്നു, വീണ്ടും ഇതേ ട്രാക്ക് തന്നെയാണ്. ഇത് നേരത്തെ പറഞ്ഞ പീർ ഗ്രൂപ്പ് പ്രഷർ, പിന്നെ സോഷ്യൽ സ്റ്റിഗ്മ, ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്. എന്താണ് കാരണമെന്നറിയില്ല. കുറച്ചു കാലം പഠിച്ചുകൊണ്ട് വന്നിരുന്ന കുട്ടി പിന്നെ കാണാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തത് ലീഗൽ കോസ്റ്റ്. ലീഗൽ കോസ്റ്റ് ആണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്താണ്? റോഡ് ആക്സിഡൻസ്. നിങ്ങളെ വണ്ടികളിൽ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഫ്രണ്ടിലും ബാക്കിലും ഒന്നും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത അതിഭീകരമായിട്ട് വാഹനം ഓടിച്ചു കൊണ്ടുപോയി പാവം പിടിച്ച് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വരുന്നവരെ ഇടിച്ച്, മനസ്സിലായില്ലേ, കൊല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെ ഡാമേജസ് ഉണ്ടാകുന്ന ഡൊമസ്റ്റിക് വയലൻസും ഇതിന്റെ കാരണമാണ്. ക്രൈംസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ബ്രൂട്ടലായിട്ടുള്ള ക്രൈംസ്. പണ്ടൊക്കെ നമ്മൾ കാണുന്ന ക്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാല മോഷ്ടിക്കണമെങ്കിൽ ആ മാല മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആ മാല വിക്ടിമിൽ നിന്ന് മോഷ്ടിക്കുന്നത് ആ വിക്ടിം അറിയാതെ എത്രമാത്രം സൂക്ഷ്മമായിട്ട് എടുക്കുമോ അതായിരുന്നു മോശം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ അയാളുടെ ചെവി അറത്തോ, കഴുത്തിനറത്തോ, തലമണ്ട അടിച്ച് പൊട്ടിച്ചോ, എന്തുമാത്രം വയലന്റ് ആയിട്ട് അയാളിൽ നിന്നും ആ സാധനം പിടിച്ചെടുക്കാൻ പറ്റുമോ, അതാണ് ഇന്നത്തെ ക്രൈം. പിന്നെ അഗ്രഷൻ ആൻഡ് വയലൻസ്. എല്ലാം, എന്തിനും ഏതിനും. റോഡിലെ ഒരു പാർക്കിംഗ് ഏരിയയിലായിരുന്നാലും ഇവർക്ക് ദേഷ്യമാണ്, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ ദേഷ്യമാണ്, സിഗ്നൽ ക്രോസ് ചെയ്താൽ ദേഷ്യമാണ്, സിഗ്നൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ദേഷ്യമാണ്, ആരെ കണ്ടാലും അഗ്രഷൻ ആൻഡ് വയലൻസ്. ആന്റി നാഷണൽ ആക്ടിവിറ്റീസ്. എന്ത് ചെയ്യും? എന്റെ രാജ്യത്തിന്റെ അവിടെ കൊണ്ടുപോയി ബോംബ് വെച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും എന്ത് വേണം. പിന്നെ അറസ്റ്റ്, ഇംപ്രസൺമെന്റ്, അങ്ങനെ ലീഗൽ കോസ്റ്റ്, പിന്നെ ഹെൽത്ത് കോസ്റ്റ്. നമ്മളെ പേടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബേസിക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞ സാധനം 2 മാസം മുമ്പത്തെ പത്രവാർത്തകളിൽ ഞാൻ കാണിച്ചില്ല. അതില് HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, TB ഇതെല്ലാം കേരളത്തിൽ കൂടുന്നു. അടുത്തെന്താണ്? ഇൻഫെർട്ടിലിറ്റി. നിങ്ങൾ ആ യാത്രകളിലോ സ്കൂൾ പരിസരത്തൊക്കെ പോകുമ്പോൾ അറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന തലമുറയ്ക്കുള്ള പൊട്ടൻസി, കപ്പാസിറ്റി അതെല്ലാം പോയിട്ട് എല്ലാം ഇതുപോലുള്ള ക്ലിനിക്കുകളെ ആശ്രയിക്കേണ്ട കാര്യമാണ്. കാരണം അവർക്ക് നാച്ചുറലി ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഈ ഡ്രഗ് യൂസ് വഴി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസോർഡേഴ്സ്, പിന്നെ ഇവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറവാണ്, പ്രിമച്വർ ഡെത്ത് ആയിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവര് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അലസിപ്പോകും. അടുത്ത പിന്നെന്താണ്? ഈ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആൻഡ് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തന്നെ. പിന്നെ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-18 വയസ്സ് വരെ എനിക്ക് ഇന്നതുവരെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഠിക്കാൻ, ഏതുവരെ പഠിക്കണോ അതുവരെ പഠിക്കാൻ, സൗജന്യമായി പഠിക്കാൻ വരെ കപ്പാസിറ്റി അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്തു തരുന്ന ഒരു രാജ്യവും ഒരു സംസ്ഥാനമാണ്. അപ്പോ അങ്ങനെ നമ്മൾ ഒരു കുട്ടിയെ, ഒരാളെ പഠിപ്പിച്ച് പുറത്തോട്ട് ഇറക്കുന്നത് വഴി അവനിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കും. എന്താണ്? അവനൊരു നല്ല കുടുംബസ്ഥനെങ്കിലും ആവും, അവനൊരു നല്ല മേസൺ ആയിരുന്നാലും, ഒരു കാർപ്പന്റർ ആയിരുന്നാലും, അല്ലെങ്കിൽ ഒരു ഡോക്ടറോ വക്കീലോ എന്തെങ്കിലും ആയിരുന്നാലും അവൻ സമൂഹത്തിലേക്ക് തിരിച്ചെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും. അവനൊരു നല്ല അധ്യാപകനാണെങ്കിൽ നല്ലൊരു കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ ഒരു കുടുംബനാഥയാണെങ്കിൽ അടുത്ത 2 മക്കൾക്ക് നല്ല മക്കളെ വളർത്തിയെടുക്കും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആവുന്നതോടുകൂടി ഞാൻ വീണ്ടും തിരിച്ചിവർക്ക് ഭാരമാണ്. എങ്ങനെയാണ്? നമ്മുടെ എല്ലാവരുടെയും ടാക്സ് കൊണ്ട് ഇവരെ സൗജന്യമായി പഠിപ്പിക്കുന്നു. അടുത്ത് ഇവരുണ്ടാക്കുന്ന ലീഗലായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചെലവിൽ, നമ്മുടെ ടാക്സിൽ ഇവരെ ജയിലിൽ പാർപ്പിക്കുന്നു. ഇവരുണ്ടാക്കുന്ന വിഷയങ്ങൾക്ക് വിക്ടിംസിന് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. ഇവര് ഉണ്ടാക്കുന്ന ഹോസ്പിറ്റൽ കേസുകൾക്ക് അല്ലെങ്കിൽ ഇവരുടെ ട്രീറ്റ്മെന്റിന് നമ്മളിൽ നിന്ന് പണം ചെലവാകുന്നു. അങ്ങനെ എന്താണോ നമ്മൾ നേരെ പ്രതീക്ഷിച്ചത് അതിൽ നിന്നും വിപരീതമായിട്ട് ഇവര് നമുക്ക് ഭാരമായിട്ട് വീണ്ടും മാറുന്നു. അടുത്ത സൈക്കോളജിക്കൽ കോസ്റ്റ് അറിയാലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവര് സ്വയം അനുഭവിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇവര് എല്ലാ തരത്തിലും പാഴായി, അല്ലെ വേസ്റ്റായി, അവരുടെ കരിയർ എല്ലാം കളഞ്ഞു തുലച്ച് ഏകദേശം ഒറ്റപ്പെടല്, ഞാൻ എന്തിനാണ്, ഏതിനാണ്, എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ലാസ്റ്റ് സ്റ്റേജാണ് ആ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന
സ്റ്റേജിലോട്ട് പോകും. അടുത്ത് ഇതാരാണ് നേടുന്നത്, ആരാണ് നേടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ ഞാൻ ഈ ഡ്രഗ് ഡീലിങ്സിന്റെ അല്ല അങ്ങനെ അവരുമായിട്ട് ഡീൽ ചെയ്ത് നിൽക്കുന്നതെന്ന് പറയുന്നത്, ഈ പറയുന്ന വലിയ പ്രമുഖരായിട്ടുള്ളവരുടെ മക്കളെല്ലാം വലിയ വിദേശത്തോ വല്ലയിടത്തും ഒക്കെ ആയിരിക്കും. ഈ പാവം പിടിച്ച ഈ മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മീഡിയ വളരെ ഇത് യൂസ് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം. അങ്ങനെ ഡ്രഗ് ട്രാഫിക്കേഴ്സ്, ഡ്രഗ് കാർട്ടൽസ്, ഡ്രഗ് പെൻഡേഴ്സ്, പിന്നെ പ്രധാനപ്പെട്ടത് ഈ ഫ്ലഷ് ട്രേഡ്. ഫ്ലഷ് ട്രേഡ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ രാവിലെ പോകുന്നു, എവിടെയെങ്കിലും ഒക്കെ പോകുന്നു, അടുത്ത് റിവീൽ ചെയ്യണം. ഓരോ ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് ഇന്നതൊക്കെ സംഭവിച്ചു ഒരു 13-14 വയസ്സിൽ റിവീൽ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ വ്യാപകമായ രീതിയിൽ ഫ്ലഷ് ട്രേഡ് നമ്മുടെ സംസ്ഥാനമാണ്, നമ്മുടെ സംസ്ഥാനത്തിലാണ്. പിന്നെ എന്റർടൈൻമെന്റ് ജോയിന്റ്സ്, പബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഇതിന് അവരെല്ലാം ഡീൽ ചെയ്യുന്നു. അടുത്ത് നമുക്ക് വാട്ട് ആൾ വി ഡു എന്നുള്ളത് ഞാൻ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം. സമയത്തിന്റെ ഇതൊക്കെ കുറച്ച് നമുക്കറിയാവുന്നവരാണ്. അവരൊക്കെ ഇതില് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സംസ്ഥാനം ഇപ്പൊ അതിന്റെ ഒരു 3rd സ്റ്റേജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡ്രഗ് യൂസ് ആദ്യം വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ സ്വയം അറിഞ്ഞുകൊണ്ടിരുന്ന സാധനം, പിന്നെ വീട്ടിലറിഞ്ഞു, ഇപ്പൊ പുറത്ത് നമ്മളെല്ലാവരും വിസിബിൾ ആയിട്ട് അറിയുന്നതാണ് ഈ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയതാണ്. 1-2 വർഷത്തിനുള്ളിൽ ഇത് കാണിച്ചു തുടങ്ങുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഇതുപോലെയുള്ള ഒരുപാട് ഇമേജസ് നമ്മുടെ സംസ്ഥാനത്തിലുള്ളവരുടെ പിക്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആരുടെങ്കിലും കുട്ടികൾക്ക് നമുക്ക് ക്ലാസ്സിൽ കുട്ടികളുടെ ആരുടെങ്കിലും ബന്ധുക്കളോ അങ്ങനെ അവർക്കൊരു ഫീലിങ്സ് ഉണ്ടാവണ്ട എന്ന് ഒരു വെസ്റ്റേൺ സെനേറിയിലുള്ളതാണ്. നമ്മൾ NCB എടുത്തിട്ടുള്ളതാണ്. അവരുടെ ഇമേജസ് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇരുന്ന ഫോട്ടോ അതാണ്. ഈ ഡ്രഗ് യൂസിന് ശേഷം വന്നതിലാണ്. ഇതാണ് ഇതൊക്കെ പീരീഡ് കണ്ടു കഴിഞ്ഞാൽ ജാനുവരി 2008, ഓഗസ്റ്റ് 2008, 1998, 2002 നെറ്റിലുള്ളതാണ്. ക്രിയേറ്റ് ചെയ്തതെന്നല്ല. 27ാമത്തെ വയസ്സാണ്, 30ാമത്തെ വയസ്സാണ്. പിന്നെയുണ്ട് അതൊന്നും കാണില്ല. അപ്പോ ഇതിലെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വലിയ സമൂഹം ഇതിന്റെ ഇരയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രധാന കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളിലേക്ക് എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു കുറച്ച് പേപ്പർ കട്ടിങ്സും ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം നമുക്ക് സൊല്യൂഷനിലോട്ട് ഒരു ഡിസ്കഷനിലോട്ട് പോകാം. ഡിസ്കഷൻ എന്നല്ല, കുറച്ച് നേരം നിങ്ങൾ കാണുന്ന പേപ്പറുകളാണ്, ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വരുന്നതാണ്. ഞാൻ ഒരു 2 മാസത്തെ തിരുവനന്തപുരമാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അമ്മയുടെ കൊലപാതകം, മകൻ അറസ്റ്റിൽ, എല്ലാം ഞാൻ പറഞ്ഞില്ല. ഇത് ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് വന്നോട്ട് സ്ഥിരം അമ്മയാണ് ഏരിയ എന്നുള്ള കാര്യം നമ്മളിപ്പോ മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് ഒരു 6 മാസം മുമ്പുള്ള പ്രശ്നമാണ്. മകന്റെ അടിയേറ്റ അമ്മയും മരിച്ചു. വിദ്യാർത്ഥിനിയെ കഴുത്തു മുറിച്ച് കൊന്നു. എല്ലാം കൊലപാതകത്തിന്റെ കാര്യങ്ങൾ മാത്രമേ. പിന്നെ കുഞ്ഞിക്കേളിലെ സൈബറാണ്, സൈബർ റിലേറ്റഡ് അവർ കാണിക്കുന്നത്. വീണ്ടും ജീവനെടുത്ത് ഓടേണ്ടിയും ഇതൊക്കെ കുട്ടികളുടെ കാര്യങ്ങളാണ്. ചേട്ടനെ കൊന്നു കുറിച്ചുമൂടി, അനുജൻ അറസ്റ്റ്. ഇതൊക്കെ ഞാൻ കൊലപാതകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പത്രങ്ങളിൽ വന്ന ഒരു വലിയ ഒരു പേജ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലെന്തോ ഉള്ളതാണ്. ഇത് മനോരമ, അതുപോലെ മാതൃഭൂമി അതേ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. മാതൃഭൂമി ഭ്രാന്ത് പിടിപ്പിക്കുന്നതല്ലേ. യുവാവിനെ ലഹരി വിൽപ്പന സംഘം വെട്ടിക്കൊന്നു. ഇത് നമ്മുടെ കരിമട കോളനിയിലാണ്. പിന്നെ നമ്മുടെ ഈ എള്ളിപ്പാലത്ത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, തൃശ്ശൂരിലെ സ്കൂളിൽ അധ്യാപകരെ വെടിവെച്ചതാണ്. എന്നിട്ടേ ഇത് ഒരു സ്കൂളിന്റെ മുമ്പിലാണ്, ഇവിടെ അല്ല, തൃശ്ശൂരിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അനുഭവിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ അവരാദ്യം ആശ്രയിക്കുന്നത് നാട്ടിലുള്ള ഗുണ്ടകളെയാണ്. നാട്ടിലുള്ള ഗുണ്ടകൾ സ്കൂളിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അധ്യാപകനത്വമാണ്, എനിക്കറിയില്ല.
അപ്പം ആദ്യം വന്നിട്ട് നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റൗണ്ടുകളാണ് തൃശ്ശൂരിലെ വാളൊക്കെ കൊണ്ടുവന്നിട്ടാണ് സ്കൂൾ കുട്ടികളെ വെല്ലുവിളിച്ചിട്ട് പോകുന്നതാണ് ഈ ഇമേജ്. പിന്നെ പൂവച്ചലൊക്കെ നടന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്കൂൾ റൂമിൽ കയറി അധ്യാപകൻ അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നില്ല. വിദ്യാർത്ഥിനിയെ കഴുത്തുമതം മുറിച്ചു വന്നു. അന്നേ ദിവസം തന്നെ പത്രത്തിൽ വേറെ പേജില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആറ്റുകാലിൽ യുവാവിന്റെ പാദം വെട്ടിമാറ്റി പരപ്പനങ്ങാടിയിൽ ഭിന്നശൈലിക്കാരിയ കൂട്ടമാനഭംഗത്തിന് ഇടയാക്കി. പിന്നെ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു വാർത്ത അതാണ് ഇത് കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മുടെ ഈ ഇത് മംഗലപുരത്ത് രാവിലെ 10 മണിക്ക് പകൽ സമയമാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്തൊക്കെ ആയ വലിയൊരു കുട്ടിയാണ്. വീട്ടിനകത്തിരുന്ന കുട്ടിയെ ബ്രൂട്ടലായിട്ട് വീട്ടിനകത്ത് കയറി പീഡിപ്പിച്ചതാണ്. ഈ ലഹരി നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ പോകുന്ന വയലൻസ് കൂടിയ ഒരു വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. കുട്ടികളെ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നുള്ളത് നിങ്ങൾ ശ്രമിച്ചത് നമ്മളെ ശ്രമിച്ച് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ ഒരു വീഡിയോ ഇവിടെ കാണിച്ചിട്ട് ജസ്റ്റ് പോരാട്ടം. ഒരുപാട് വീഡിയോ ഉണ്ട്. ഇത് സ്കൂളില് ചെയ്തു തന്ന വീഡിയോകൾ വളരെയധികം കഴിഞ്ഞ വർഷത്തെ അവാർഡ് വിന്നിംഗ് ഷോർട്ട് ഫിലിമാണ്. വളരെ സബ്ജക്റ്റീവാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടാൽ
അപ്പൊ ഈ വീഡിയോ ഒരു സ്കൂളിൽ ചെയ്തു തന്നാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും ജസ്റ്റ് പറയാണ്. ആദ്യം ഒരു 3 കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ 3 കുട്ടികളായിരുന്നു. കയ്യിൽ റബ്ബർ ബാൻഡ് വെച്ച് കളിക്കുന്നു, വിരലുകൾ കോർത്ത് കളിക്കുന്നു. അങ്ങനെ കുട്ടികളുടേതായ കളികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെപ്പോലെ ഒരു മുതിർന്നയാൾ അവരുടെ മുമ്പിലേക്ക് എത്തുന്നു, മകനുമായിട്ട് എത്തുന്നു. അവര് ചേർത്ത് വിളിച്ചുകൊണ്ട് വരുന്നു. അതിലൊരാൾ കാണുന്നു. ആദ്യത്തെ ആള് കയ്യിലിരുന്ന പെൻസിൽ എടുത്ത് വെച്ച് വലിക്കാൻ തോന്നും. അതൊരു വിരോചിതമായ കാര്യമായിട്ട് രണ്ടാമത്തെ ആൾക്ക് തോന്നുന്നു. രണ്ടാമത്തെ ആള് ബുക്കിലെ പേപ്പർ കീറി ചുരുട്ടി വലിക്കാൻ നോക്കുന്നു. അതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലുതായിട്ട് മൂന്നാമത്തെ ആള് തീ എടുത്ത് വലിക്കാൻ തോന്നും. സ്വന്തം മകനിലേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്, എന്നെ ആരൊക്കെയോ കാണുന്നു, ആരൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അദ്ദേഹം മകനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. പക്ഷെ 3 കുട്ടികൾ അവിടെ തന്നെ ഉണ്ട്, അവരുടെ പ്രോബ്ലവും അവിടെ തന്നെ ഉണ്ട്. ആ പ്രോബ്ലത്തിനാണ് നമ്മൾ സൊല്യൂഷൻ കാണേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് തന്നെ ചെയ്തിരുന്നാലും നമ്മളെ കാണുന്ന, ഇമിറ്റേറ്റ് ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്നത് ശരി എന്ന് കാണുന്ന ഒരുപാട് പേര്, ഒരുപാട് കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. ആ കാര്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ്. റോഡിൽ നിന്ന് നമ്മൾ ഒരു സിഗരറ്റ് വലിക്കാൻ നേരത്ത് ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ആരുടെങ്കിലും എന്തെങ്കിലും കയർന്ന് സംസാരിക്കുമ്പോൾ പോലും നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ ചെയ്യുന്നത് ശരി എന്ന് കാണുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോ അതിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ ആണ് ഇത്. അപ്പൊ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇനി നിങ്ങളെ റോളൂടെ ഒന്ന് പറഞ്ഞു. അടുത്ത വർഷം ഞാൻ പറഞ്ഞില്ലേ, അടുത്ത വർഷം ഡിസ്കഷനിലെല്ലാം വന്നത് നിങ്ങളെ ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളായിട്ട് മാറ്റുക എന്നുള്ളത്. കാരണം നിങ്ങളാണ് ഇവർക്ക് ശരി പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളാണ് ഇവരുടെ ശരി. അവരുടെ ചെറിയ ചെറിയ തെറ്റുകള് നമുക്ക് ചിലപ്പോൾ അവരെ ഒന്ന് കരയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുത്താൻ പറ്റുന്ന തെറ്റുകളായിരിക്കും. പണ്ടും സുകുമാരക്കുറുപ്പും സാറുമാരെ ബൈക്കുകളെല്ലാം കുട്ടിക്കേറിയ വിദ്യാർത്ഥികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരുടെ കുട്ടിത്തമാണ് എന്ന് മനസ്സിലാക്കി തിരുത്തിയത് കൊണ്ടായിരിക്കും നിങ്ങളും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ ആ കുട്ടികളെ ശരിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. നമ്മളിലെ നിങ്ങളുടെ ബാധ്യതയല്ല, അത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രക്ഷകർത്തൃ സമൂഹവും കൂടെ വളർന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ബ്രേക്കായ കണ്ണി, നമുക്ക് അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരാം. ഒരുമിച്ച് എക്സൈസോ ഫോറസ്റ്റോ അവരുടെ ജോലിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് അധ്യാപകരില്ല, രക്ഷകർത്താക്കളുടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതിന് ഒരമ്മ നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ മകനെ കുറച്ച് കഞ്ചാവ് കൊണ്ട് വച്ചെങ്കിലും പിടിച്ച് അകത്താക്കണം സാറെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവര് വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നം അത്രയും ഭീകരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാരണം അവന്റെ വയ്യാത്ത അച്ഛന് നേരെ ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനെ ഒരു വലിയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ കുട്ടികളുടെ പോരായ്മകൾ മനസ്സിലാക്കി, അവരുടെ കുറവുകൾ മനസ്സിലാക്കി, അവരെ ചേർത്ത് നിർത്തേണ്ടവരെ, പ്രൊട്ടക്ട് ചെയ്യേണ്ടവരെ ഒരുമിച്ച് നിർത്തി അവരുടെ ചെറിയ ചെറിയ വാശികൾ, ശാഠ്യങ്ങളെല്ലാം ആ ശാഠ്യങ്ങളായി മാത്രം കണ്ട് നമ്മൾ അവരെ തിരുത്താൻ തയ്യാറാകും എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഈ കൂടുതൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്ലാസ് കൂടെ ഒരാൾ വന്നിട്ടുണ്ട്, കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ഇമേജസോ ഫോട്ടോസോ ട്രക്സിന്റെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ നിർത്താം. പ്രത്യേകിച്ച് പറഞ്ഞ അപ്പൊ പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾക്ക് അവകാശമില്ല, എന്നാൽ അതിനെതിരെ ഒരു അവകാശം കൂടി നിയമങ്ങളുണ്ട്. നമ്മൾ ആ അധ്യാപകർ മാറ്റി നിർത്തുകയാണ് ചെയ്യും. കുട്ടികളെ കുട്ടിക്ക് വേണ്ടി ഒരു സമൂഹം അദ്ദേഹം പറഞ്ഞത് നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതേ കാര്യം നമ്മൾ വിചാരിച്ച, പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ച, ഞാൻ എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള എത്ര കേസ് ഞാൻ വാദിച്ചുകൊണ്ട് നടക്കും, എന്റെ ശമ്പളത്തിൽ ഇതൊരു അഞ്ചാറില്ല. ഇതൊരു സോഷ്യൽ സർവീസ് എന്ന ഭാഗത്തിലൂടെ മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവര് കുട്ടികളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഞാൻ താങ്കളും അപ്പുറത്തെ അദ്ദേഹം തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അപ്പൊ ഞാൻ വന്ന് മീഡിയേറ്ററായിട്ട് നിന്നു,
താങ്കളുടെ ഭാഗത്തൊരു ശരിയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു ശരിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ന്യായം പറയുന്നു. താങ്കൾ ഹത്തായി. താങ്കൾ സ്വാഭാവികമായിട്ട് ആർക്കെതിരെ പോകും? എനിക്കെതിരെ പോകും. എനിക്ക് നീതി നടപ്പായില്ല, എന്തുമാത്രം എന്റെ സ്ഥാനത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം. പക്ഷെ ഞാൻ അത് പേടിച്ചിട്ട് അടുത്ത് വരുന്ന അവരുടെ പ്രശ്നത്തിൽ ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല, ഡിബേറ്റിനും വന്ന ആളല്ല. അപ്പൊ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞ് എങ്ങനെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ മാത്രമാണ്. അല്ലാതെ നമുക്കറിയാം നിങ്ങളുടെ കൺസേൺ എന്താണെന്ന്, മറ്റത് മൈനറായ കുട്ടികളുടെ കൺസേൺ അവകാശങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അവരെന്ത് പറയുന്നു എന്നുള്ളത് ശരിയാണെന്ന് പരിശോധിക്കേണ്ട ബാധ്യത രക്ഷകർത്താക്കൾക്കാണ്. എന്നെ അല്ലെങ്കിൽ എന്റെ മകനെ അങ്ങനെ അധ്യാപകൻ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഒരു നടപടിയിലോട്ട് പോവുക. അങ്ങനെ ചാൻസ് ഉള്ള അധ്യാപകര് ഞാൻ ഈ കേരളത്തിൽ, ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തില് ഒരു 100% സാധ്യതയുള്ള അധ്യാപകരാരും കാണില്ല. കാരണം നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അവന്റെ ശരികേടാണോ എന്ന് പരിശോധിച്ചിട്ട് നിയമ നടപടികളിലേക്ക് പോകേണ്ട ബാധ്യത രക്ഷകർത്താക്കൾക്കാണ്. അതുകൊണ്ടാണ് ഈ രക്ഷകർത്താക്കളെ കൂടെ ഒരുമിച്ച് ഇരുത്തി ഇവിടെ ഒരു ക്ലാസ് എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. എത്ര പേര് പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. അധ്യാപകരും രക്ഷകർത്താക്കളും PTA-യിലുള്ള മെമ്പേഴ്സ് ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൈമറി കൺസേൺ ഇതാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റിക്ക് അറിയാവുന്നത് കൊണ്ടാണ് രക്ഷകർത്താക്കളെ റെപ്രസെന്റ് ചെയ്ത PTA-കാരുടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ബോക്സോ പോലുള്ള ഒരു കേസ് നടപടിയിലേക്ക് ഒരു പാവം പിടിച്ച അധ്യാപകർ, ഞാൻ പറഞ്ഞു അവർക്കും മാനമുണ്ട്, അഭിമാനമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ പോലെ നെടുകെട്ടിയുള്ളവരൊന്നും അല്ല. അപ്പൊ അവര് എന്ത് ചെയ്യുക, അവരുടെ അവകാശങ്ങൾ എന്റെ മകന്റെ പ്രശ്നമാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു പുതിയ സമൂഹം. അല്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമുക്ക് പരസ്പരം പഴിചാരി അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ മെസ്സേജ് ഇട്ട് എന്റെ സംസ്കാരം എങ്ങോട്ട് എന്നുള്ള ഒരു 100 ചോദ്യം ചോദിച്ച് നമുക്കത് നിർത്താം. അല്ല, റിയാക്ട് ചെയ്യണം, ഇത് ഒരു മെനേസായിട്ട് പൊക്കോട്ടിക്കണം. പണ്ടത്തെ പോലെയൊന്നുമല്ല. നമ്മുടെ ആരുടെ മക്കളെ നമുക്ക് വിദേശത്ത് അയക്കാൻ പറ്റും, അല്ലെ? ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ വസ്തുവെല്ലാം വിറ്റയച്ചിട്ട് എന്റെ മാന്യം പിള്ളേരെ കൂടെ പറഞ്ഞു അയക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഗ്ലോബലി ഇല്ല. എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പൂങ്കാവനം ഉണ്ടാക്കിയില്ല എങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് വേസ്റ്റാണ്. ഈ രാജ്യത്ത്, ഈ സമൂഹത്തിന്റെ വേസ്റ്റാണ്. അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മളായിട്ട് നമ്മുടെ കുട്ടികളെ തിരിച്ച്, നമ്മുടെ കുട്ടികളെ നമ്മുടെ ഭാഗമാക്കി നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ആ ശ്രമത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞത് നിങ്ങളെ മാത്രമല്ല, നമ്മളെ ആരോഗ്യ വകുപ്പിനെ റെപ്രസെന്റ് ചെയ്ത് മെഡിക്കൽ സ്റ്റോറുകാര്, അങ്ങനെ ഓരോ തട്ടിലുള്ളവരെയും തലത്തിലുള്ളവരെയും നമ്മൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് ഒരു മൂവ്മെന്റ് അതിന്റെ ഭാഗമായിട്ടാണെന്ന് കണ്ടാൽ മാത്രം മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസൾട്ട് SHOമാര് നിങ്ങളുടെ സഹായത്തിനെത്തും. ആവശ്യങ്ങൾക്ക് അവരെ തീർച്ചയായിട്ടും സമീപിക്കുക. കൂടുതലായിട്ട് വേറെ ബോറടിക്കും. പറയണം. എന്റെ പേര് സുനിൽ എന്നാണ്. പുന്നമൂട് സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ അധ്യാപകരുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അതായത് പബ്ലിക് ഇന്റർഫിയറൻസ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത്. പക്ഷെ അതിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലിമിറ്റേഷനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ ഒരു സംഭവം തന്നെയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ഈ കുട്ടി വളരെ നേരമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, കയറി പോകുന്നില്ല. കൂട്ടുകാരികളൊക്കെ ഉണ്ട്. കുറെ നേരമൊക്കെ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം നോക്കി. പക്ഷെ ഇവരുടെ അവിടുത്തെ നിൽപ്പ് അത്ര പന്തികേടായിട്ടാണ് അവർക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ തോന്നിയപ്പോ അവർ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ മക്കളെ പറഞ്ഞു വിടുന്നത് പോലെ അത്രയും കെയറോടുകൂടി അവര് നേരെ ഈ കുട്ടികളുടെ അടുത്തേക്ക് വരികയും കൂട്ടുകാരികളോടും പറയാം, കയറി പോകും, കുറെ നേരമായല്ലോ ഇവിടെ നിന്നിട്ട് ഇനി ബസ്സൊക്കെ വന്നിട്ട് കയറാത്തതുണ്ട് എന്നൊക്കെ ചോദിച്ചു വിരട്ടി കയറ്റി വിട്ടു ബസ്. അടുത്ത നിമിഷം സംഭവിച്ച കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ കുട്ടി നേരെ പോകുന്നു, ബന്ധുക്കളെ കൂട്ടുന്നു, ഒരു ഓട്ടോയിൽ വരുന്നു, ഇവിടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങുന്നു. അവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഓട്ടോക്കാരെടുത്തിട്ട് അടിക്കും. ഇതാണ് സംഭവിച്ചത്. അപ്പോ നമ്മൾ ഈ പറയുന്ന ആ സ്റ്റാൻഡിലുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനെ നമ്മൾ ഈ SPGയിൽ ഉൾപ്പെടുത്തിയാൽ ഇയാൾ എങ്ങനെ നമ്മളോട് സഹകരിക്കും? ഇതൊരു ചോദ്യം. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മൾ ഈ പറയുന്ന ഈ കൈമാറുന്നത്, ഡ്രഗ്സ് കൈമാറുന്നത് വളരെ പരസ്യമായി, അതായത് പബ്ലിക് റോഡിൽ വെച്ച് പരസ്യമായി ഇവർ ഒരു പൊതിയൊക്കെ ഇങ്ങനെ കൈമാറി പോവുകയാണ്. ഇത് കണ്ട് പ്രതികരിക്കാൻ ആരും തയ്യാറാകാത്തതിന്റെ കാരണങ്ങൾ പലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പ്രതികരിച്ച ആള് അടുത്ത ദിവസം ചിലപ്പോൾ ഭൂമിയിൽ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു
ചുറ്റുപാടിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ മറ്റ് പൊതുസമൂഹത്തിലുള്ളവർ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും SPG ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണം. അതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും പറയും ഞങ്ങൾ ഇവിടെ ഇതൊന്നും വിൽക്കുന്നില്ല എന്ന് പറയുകയും അതേസമയം അവർ ഇതെല്ലാം വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അവരെ തടയാൻ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടാണ്. അവർ പറയും ഞങ്ങളിങ്ങനെ അതൊന്നും വിൽക്കുന്നില്ല. ഞങ്ങൾ ഈ അടുത്ത സ്കൂളിൽ ഒരു സാധാരണ മിഠായി, ആ മിഠായി നമ്മൾ പിടിച്ചു. മിഠായി നമ്മളൊക്കെ കഴിച്ചു, ഞാനും കഴിച്ചു നോക്കിയത്. കഴിച്ചപ്പോൾ എനിക്കൊരു പാൻ മസാലയുടെ ഒരു ചവയാണ് അതിനകത്തുള്ളത്. പക്ഷേ അതിന്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ മിഠായി എന്താണ്, ചോക്ലേറ്റ് എന്നാണ്. അത് വേറെ ഒന്നും നമുക്കറിയാവുന്ന അതിന്റെ ഏതാണ് റാപ്പറാണ് അതിലുള്ളത്. പക്ഷെ അത് സംഗതി വേറെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണുള്ളത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഞാൻ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളമുള്ള കുറെ ക്ലാസ്സുകൾ ഓൺലൈനിൽ എടുത്തതാണ്. അപ്പൊ അതില് ഒരു ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവ് എന്നോട് ഓൺലൈനിൽ കൂടി പറഞ്ഞ കാര്യമാണ്, എന്റെ കുട്ടി എന്റെ മകൾ ഇത്രയും വളർന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലെന്നാണ് അവർ പറഞ്ഞത്. അമ്മയാണ്, അമ്മ പറഞ്ഞ ഒരു വാചകമാണ്. അപ്പോ ഈ വീട്ടിലുള്ള ഷെയറിങ്ങും കെയറിങ്ങും ഇത് രണ്ടും നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചിന്തിക്കുന്നു ഈ നമ്മൾ സൊസൈറ്റിയെ ബോധവൽക്കരണം അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇപ്പൊ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളി മരുന്ന് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും പ്രിന്റ് മീഡിയയിലും ഒക്കെ നന്നായി പ്രചരിപ്പിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ പ്രചരണം വളരെ കുറവാണ്. അപ്പൊ അത് സാമൂഹികമായി ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. പിന്നെ കുട്ടികളെ എന്റെ കൂടെയുള്ള സാറ് ഷൈൻ സാർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. അദ്ദേഹം ഇവിടെ ഇരുത്തിട്ടുണ്ട്. കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാം. നേരത്തെ ഇവിടെ പറഞ്ഞു നന്മതിന്മകളെ കുറിച്ച്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനിത് ചെയ്യും. സാറ് ചോദിക്കാനുണ്ടോ? പ്രിൻസിപ്പലിനോട് ഒരു പെൺകുട്ടി അതോട് ഞാൻ നിർത്താം. പ്രിൻസിപ്പലിനോട് ഒരു പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത്. പ്രിൻസിപ്പൽ നോക്കിയപ്പോൾ ഒരു കുട്ടി തന്റെ സഹപാഠി ആൺകുട്ടിയുമായി കൈപിടിച്ച് പബ്ലിക്കായിട്ട് നടന്നു വരുന്നു. ഒരു സ്റ്റോപ്പിന് മുമ്പിൽ അവർ ഇറങ്ങുന്നു, അവിടുന്ന് അടുത്ത സ്റ്റോപ്പ് വരെ നടക്കുന്നു. ഈ കുട്ടിയെ രഹസ്യമായി പ്രിൻസിപ്പൽ ഓഫീസിൽ വിളിപ്പിച്ചു. മറ്റു ടീച്ചേഴ്സ് ഒന്നുമില്ല. പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതെന്റെ ഇഷ്ടമാണ്, എന്റെ ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ ഒരു പ്രശ്നവുമില്ല, ഞാനിത് ചെയ്യും, ടീച്ചർക്ക് എന്താണ്, ഇതെന്റെ പേഴ്സണൽ കാര്യമാണ് എന്നാണ് ഈ കുട്ടി ടീച്ചറിനോട് പറഞ്ഞത്. നമ്മളെ പഠിക്കുമ്പോൾ അറിയാം, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെ ഓഫീസ് റൂമിൽ കൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത നെഞ്ചെടുപ്പാണ്. അങ്ങനെയാണ് പോയി നിൽക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ആഘോഷപൂർവ്വമാണ് പോകുന്നത്. ഇതാണ് അവസ്ഥ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പാരന്റ്സിന്റെ ഭാഗത്താണ്. വെങ്ങാനൂർ BPS മലങ്കര സ്കൂളിൽ. അപ്പോ ഞങ്ങള് പല രീതിയിലും ഈ പറഞ്ഞ കേസുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം അതിലേക്ക് അധികാരികളുടെ എത്തിക്കേണ്ടത്, ഇപ്പോ ഈ കുഞ്ഞുങ്ങളെ തന്നെ കാരിയേഴ്സ് ആക്കുന്നതിന്റെ മറ്റൊരു ഭാഗം നിയമ പരിരക്ഷ. അപ്പൊ അവർക്ക് ഇത്ര ഗ്രാമം ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് അത്രയും പിന്നെ വെയിറ്റ് വരെ നമ്മൾ കൈകളിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ കൈവച്ച പ്രശ്നമില്ല. ഒരു ചെറിയ പെറ്റി കേസ് ഇത്തരത്തിലാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ പരിസരത്തിന് ഒത്തിരിയേറെ കേസുകളുണ്ട്. ഇതൊക്കെ ഒരു നിയമപരമായിട്ട് ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോവാം. പക്ഷെ ഇത് അവർക്ക് മറ്റൊരു വഴിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് അതിന് നിയമത്തിനെ ഒന്ന് എന്താ പറയാ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നത്. നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പാരന്റ്സ് ഗ്രൂപ്പ് മൊത്തത്തിൽ ഗവൺമെന്റിന്റെ ഫ്രണ്ടിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് പേടിയില്ലെന്നുള്ളത് സാർ നേരത്തെ പറഞ്ഞ സത്യമാണ്. പിന്നെ പ്രധാന അധ്യാപകന്റെ മുഖത്ത് നോക്കി തനിക്കെന്താ കാര്യം, ഇതെന്റെ പേഴ്സണൽ ലിബർട്ടിയുടെ ഭാവമാണ്, എനിക്ക് അങ്ങനെ പറയാൻ ഒരു മടിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മറ്റു കുട്ടികൾ അവർക്ക് എന്താ പറയാ, ഒരു ഭയങ്കര ധൈര്യം കിട്ടുകയാണ്. എനിക്ക് നാളെ അത് പറയാനോ. അപ്പോ നിയമത്തിന്റെ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത് ഇതൊക്കെ പൊളിച്ചു മാറ്റണം. കാരണം ഇത് സാർ 5 ഗ്രാം വെച്ചിരുന്നാൽ അവൻ നാളെ 10 ഗ്രാം വെക്കാൻ അവന് മടിയില്ല. അവൻ രക്ഷപ്പെടുകയാണ്, അവനെ പിടിച്ചു. പക്ഷെ നിയമത്തിന്റെ പ്രശ്നം കുഴപ്പമില്ല, പോട്ടെ, ഒരു പെറ്റി കേസ്. അതൊരു സ്റ്റുഡന്റ് ആണ്.
അത് എന്റെ മകനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കളായിക്കോട്ടെ, ഞാൻ എന്റെ മക്കളെ പോലെ കാണുന്നത്. കാരണം അവിടെ കുറച്ച് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സ്കൂളിൽ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായി. അതിനെ വളരെ ഭയങ്കരമായിട്ട് രൂക്ഷമാക്കി മാറ്റാനായിട്ടുള്ള മറ്റു ഗ്രൂപ്പുകളും ഉണ്ട് കൂടെ. ഇവിടെയൊക്കെ നിയമത്തിന്റെ പരിരക്ഷ എനിക്ക് കിട്ടും എന്നൊരു തോന്നൽ. നേരത്തെ നമുക്കറിയാം, സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ചെറിയൊരു പെറ്റി കേസ് പോലെ നമ്മുടെ ഒരു പ്രാവശ്യം 1 മണിക്കൂർ ക്ലാസ്സിന് പുറത്താക്കി നിർത്തിയാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം വീട്ടുകാർ അറിഞ്ഞാൽ അവിടുന്ന് കിട്ടും, ഇതൊക്കെ പേടിയുണ്ട്. പക്ഷെ ഇന്ന് അതല്ല, മാറി. അപ്പോ നമുക്ക് ആ നിയമത്തിന്റെ ഒരു പരിരക്ഷ കിട്ടുന്നു എന്നുള്ളത് ശരിക്കും ഉറപ്പാണ് ഇത്രയും ക്രൈംസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമസ്തേ, എൻ്റെ പേര് പ്രിയ കാർണവർ എന്നാണ്. ഞാൻ RKDNSS ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി അധ്യാപികയാണ്. സാർ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അധ്യാപകർക്ക് ഒരുപാട് ട്രെയിനിങ്ങും ഇങ്ങനത്തുള്ള പരിശീലന ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നതാണ് ഡ്രഗ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അത് 100% എഫക്റ്റീവ് ആവാത്ത ഒരു റീസൺ എന്ന് തോന്നുന്നത്, ഇതൊക്കെ നമ്മൾ ഇമേജസ് കാണുന്നേ ഉള്ളൂ. സാർ, ഞങ്ങളുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇമേജസ് കാണുന്നേ ഉള്ളൂ. ഇതിനകത്ത് എത്ര പേർക്ക് ഇത് കണ്ടാൽ നേരിട്ട് അറിയാൻ പറ്റും? ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ. പക്ഷെ എന്നാൽ പോലും ഞാനിത് കണ്ടപ്പോൾ അത് ചെറിയ ചെറിയ സാഷകളുടെ ഫോട്ടോസ്, ഇമേജസ്, സാഷകൾ കിട്ടുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയിൽ, ആന്റിബയോട്ടിക്സ്. പക്ഷെ എന്നിരുന്നാലും ഇത് ആക്ച്വലി സാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, പല മെഡിസിൻസിന്റെ കണ്ടെയ്നേഴ്സിലും അതിന്റെ മോയ്സ്ചർ പിടിക്കാതിരിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു സാഷകൾ ഉപയോഗിക്കാറുണ്ട്. ഏകദേശം അതുപോലൊക്കെ എനിക്കിത് കണ്ടാൽ. അപ്പൊ ഇത് ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് നേരിട്ട് നമുക്കൊരു ട്രെയിനിങ് തന്നാൽ മാത്രമേ, കണ്ടു തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ ബാഗിനകത്തുള്ളത് മോയ്സ്ചർ എടുക്കുന്ന സാഷകളാണോ അതോ ഇങ്ങനെ എന്തെങ്കിലും ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട സാഷയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ സ്റ്റാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആകെപ്പോലെ ഒരു സ്റ്റാമ്പേ നമ്മൾ കണ്ടുള്ളൂ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റാമ്പ് ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് ഇമേജ് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ് ഇതിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഞങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് കൂടെ നിൽക്കുന്ന എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ഒരു ക്ലാസ് നിർബന്ധമായിട്ട് കൊടുക്കണം. കാരണം എന്റെ ഒരു അനുഭവമാണ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് എന്റെ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സ്ഥിരമായിട്ട് ഇപ്പൊ ഒരാഴ്ചയിൽ 3 ദിവസം വരും, 2 ദിവസം വരത്തില്ല. അതിന്റെ അടുത്ത ആഴ്ച 2 ദിവസം വരും, 3 ദിവസം വരത്തില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആബ്സെന്റ് ഇല്ലാത്തപ്പോൾ നമുക്ക് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസരത്തില് നിയമം നന്നായിട്ട് അറിയുന്ന കുട്ടിയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ പാരന്റ്സിനെ വിളിച്ച് പറഞ്ഞിട്ടും പാരന്റ് ഒരു ദിവസം പോലും സ്കൂളിൽ വരാൻ തയ്യാറായില്ല. പല റീസൺസ് ഉണ്ട്, ബ്രോക്കൺ ഫാമിലിയാണ്. അപ്പോ ഞാൻ തമാശയിൽ പറഞ്ഞു, ഇങ്ങനെ പോവാണെങ്കിൽ ഇയാള് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടി വരും ഞാൻ പറഞ്ഞു പോയി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, പിറ്റേ ദിവസം ആ കുട്ടി വന്നില്ല. 3-ാം ദിവസം വന്നപ്പോഴേക്കും 1 മാസം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. അതായത് സ്കൂളിൽ ആ കുട്ടി പ്രസന്റ് ആയിരുന്ന ദിവസത്തെയും കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് കൂടെ ഒരു വാർണിംഗ് തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ ലീഗലായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ സഹായിക്കരുത്, മോശമായ കാര്യങ്ങൾക്ക് സഹായിക്കരുത് എന്നുള്ളൊരു പേരിൽ പൈസ വാങ്ങിച്ച് പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പ്രസന്റ് ആയിരിക്കുന്ന ദിവസം ആബ്സെന്റ് ആണ്, കയ്യും കാര്യം ഒടിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണോ എന്നുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടർ കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ് അവർക്കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. താങ്ക് യു. മേഡം പറഞ്ഞത് അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷന്റെ കാര്യമാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പോലും പറ്റാറില്ല. നമ്മൾ ടെസ്റ്റ് ഒക്കെ കൊണ്ടുവച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം ബിസ്ക്കറ്റിന്റെ രൂപത്തിൽ വേറെ ഷേപ്പിൽ വേണോ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോ ആ രീതിയിൽ നമ്മൾ ഈ ലാബിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പരീക്ഷിച്ചിട്ടാണ് ഇത് ഇന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ കേസെടുക്കുന്നത്. അല്ല ഞാൻ പറയും, ഞാൻ ഒരു ഡിറ്റക്ഷൻ സ്റ്റേജിലോട്ട് പോകാൻ പറഞ്ഞില്ല, അതിന് മുമ്പേ പ്രിവെൻഷൻ സ്റ്റേജാണ് നിങ്ങളുടെ റോഡ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസേൺ അതോറിറ്റിയോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പോലീസ് അതോറിറ്റി അവരെ ഡിറ്റക്ട് ചെയ്തോ. നമുക്ക് ഇത് എങ്ങനെ നമ്മുടെ കുട്ടികളിലേക്ക് വരാതിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ അതിലോട്ട് പോകാതിരിക്കാം എന്നുള്ള നമുക്ക് ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ അത് അവരിലോട്ട് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അതൊന്നും എന്റെ പരിധിപ്പെട്ടതല്ല, അതൊക്കെ വേറെ. പിന്നെ സാറ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ആരും കണ്ടാ വിളിച്ച് പറയുന്നില്ല, പരസ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ സാറ് പറഞ്ഞു. അതിന്റെ പേര് ഭയം എന്ന് തന്നെയാണ് സാർ, അത് ഭയമാണ്. ആ ഭയം കാരണമാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയത്തിൽ നേരെ കിടന്നത്. നമ്മൾ ഒരുമിച്ച് ഒരു 10 പേര് ഒരുമിച്ചുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞില്ല, ഒരുത്തരും നമ്മുടെ വീട്ടിന്റെ നടയിലും വരില്ല, അപ്പുറത്തൊന്നും വലിക്കുകയില്ല, ഒന്നും കൊടുക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ ഏരിയകളിലും
അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് ഈ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് പോവുക, അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ അധ്യാപകർ അവിടെ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ ചെയ്യിപ്പിക്കുക. കടകളിൽ നമ്മൾ 10 പേര് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പോയിപ്പെട്ട് ചലഞ്ച് ചെയ്യുകയാണ്. അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ അവിടെ 2 സ്കൂളിൽ അധ്യാപകരുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അലവലാതിയും ഒരിടത്തും വന്ന് നിൽക്കാറില്ല. അപ്പോ ആ രീതിയിൽ അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികളെ